ഓർഡേഴ്സൊക്കെ വന്ന് ആകെ ഒരു ഫുൾ ഹെക്റ്റിക്കായി. നമ്മൾ എക്സാമിലേ ശ്രദ്ധിക്കാനുള്ള ഒരു ടൈമും ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ആ ഒരു വീക്ക് കേട്ട ആ ഒരു ടോപ്പിക്കാണ് മെയിനായിട്ട് വന്നത് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ചാവും ആ ക്ലാസ് കേട്ടത്, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത്. അന്നും വർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് രാവിലെ എണീറ്റും അതേപോലെ ബാക്കി അതായത് നമ്മളെ പേർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയാലും ഞാൻ ആ ക്ലാസ് കേട്ട് ക്ലാസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഹാർഡ് വർക്ക് ആ ഒരു ഒറ്റ വീക്കാണെങ്കിൽ ഞാൻ അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് ഞാൻ ഈ എക്സാം പാസ്സായി. അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നമുക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും എന്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ആഗ്രഹിച്ച് ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്തും നേടാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് എക്സാമ്പിളാണ്. കാരണം കണ്ടു, ഞാൻ ഈ എക്സാമിൻ്റെ തലേന്ന് വരെ ഇത്രയും വർക്ക് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നത്തൊക്കെ ഒരാഴ്ച എന്താവും അവസ്ഥ, നമ്മൾ ഓർഡർ എടുക്കലും ഡിസ്പാച്ചിങ്ങും ഒക്കെ അത്രയും ഹെക്റ്റിക്. ഒന്നും എക്സാമിൻ്റെ ഒരു ശ്രദ്ധ പോലും ശ്രദ്ധിച്ചില്ല. അങ്ങനെ വെറുതെ ഒന്ന് എക്സാമിന് പോവല്ലോ, നമ്മൾ അറ്റൻഡ് ചെയ്യലാണല്ലോ നിർബന്ധം. അങ്ങനെ അറ്റൻഡ് ചെയ്തതാണ്. ഫൈനലി റിസൾട്ട് വന്നു 84 ആണ്. എങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്, എലിജിബിൾ ആയല്ലോ കാറ്ററ്റിന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.